ഓക്സ്ഫോർഡും ഹാർവാർഡും. സ്ഥാപിക്കപ്പെടുന്നതിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള 10,000കണക്കിന് വിദ്യാർത്ഥികൾ താമസിച്ചു പഠിച്ചിരുന്ന ഒരു സർവകലാശാല ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നളന്ദ ലോകത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാല. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ക്യാമ്പസിനുള്ളിൽ തന്നെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമൊരുക്കിയ ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സർവകലാശാലയായിരുന്നു ഇത്. സ്ഥാപിച്ചത് AD 5-ാം നൂറ്റാണ്ടിൽ ഗുപ്ത രാജവംശത്തിലെ കുമാരഗുപ്തൻ ഒന്നാമനാണ് നളന്ദ മഹാവിഹാരം സ്ഥാപിച്ചത്. പിന്നീട് ഹർഷവർദ്ധനൻ, പാല രാജാക്കന്മാർ എന്നിവരും ഇത് സംരക്ഷിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും. ഇതിൻ്റെ സുവർണകാലത്ത് 10,000-ത്തിലധികം വിദ്യാർത്ഥികളും 2000-ത്തോളം അധ്യാപകരും ഇവിടെ ഉണ്ടായിരുന്നു. ചൈന, കൊറിയ, തിബറ്റ്, പേർഷ്യൻ തുടങ്ങിയ 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ പഠിക്കാനെത്തി. പ്രവേശന പരീക്ഷ. നളന്ദയിൽ അഡ്മിഷൻ ലഭിക്കുക വളരെ പ്രയാസകരമായിരുന്നു. സർവകലാശാലയുടെ കവാട കാവൽക്കാരായ പണ്ഡിതന്മാർ, ദ്വാരപാലകർ നടത്തുന്ന കഠിനമായ പ്രവേശന പരീക്ഷ ജയിക്കുന്നവർക്ക് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. വിഖ്യാതമായ ലൈബ്രറി. നളന്ദയുടെ ഏറ്റവും വലിയ ആകർഷണം ധർമ്മഗജ് എന്നറിയപ്പെട്ടിരുന്ന 9 നിലകളുള്ള കൂറ്റൻ ലൈബ്രറി സമുച്ചയമായിരുന്നു. ഇവിടെ 90 ലക്ഷത്തിലധികം അപൂർവ കയ്യെഴുത്തു പ്രതിമകളും പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന ശേഖരമായിരുന്നു ഇത്. തകർച്ചയുടെ കഥ. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ AD 1193-ൽ ഫത്തിയാർ ഖിൽജി എന്ന ആക്രമണകാരി നളന്ദ സർവകലാശാല ആക്രമിക്കുകയും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നാൽ തീപിടിച്ചതിന് ശേഷം തുടർച്ചയായി 3 മാസത്തോളം ആ ലൈബ്രറി പുകഞ്ഞു കത്തിക്കൊണ്ടേയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്നത്തെ നളന്ദ. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായി നളന്ദ സർവകലാശാല പുനർജീവിപ്പിച്ചു. ബീഹാറിലെ രാജ്ഗിരിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ നളന്ദ ക്യാമ്പസ് നിലവിൽ വന്നിട്ടുണ്ട്. കൂടാതെ 2016-ൽ പഴയ നളന്ദയുടെ അവശിഷ്ടങ്ങളെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇന്ത്യയിലേക്കുള്ള സാഹസിക യാത്ര. ലക്ഷ്യം. AD 7-ാം നൂറ്റാണ്ടിൽ ഏകദേശം AD 630-ൽ ചൈനയിൽ നിന്നും കഠിനമായ മരുഭൂമികളും മലനിരകളും കടന്ന് ജീവൻ പോലും പണയം വെച്ചാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. യഥാർത്ഥ ബുദ്ധമത ഗ്രന്ഥങ്ങൾ പഠിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. രാജാവിൻ്റെ ആദരവ്. അക്കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഹർഷവർദ്ധന രാജാവ് ഹുയാൻസാങ്ങിനെ വലിയ ബഹുമാനത്തോടെയാണ് സ്വീകരിച്ചത്. നളന്ദയെക്കുറിച്ചുള്ള അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങൾ. ഹുയാൻസാങ് നളന്ദയിൽ ഏകദേശം 5 വർഷത്തോളം വിദ്യാർത്ഥിയായും പിന്നീട് അധ്യാപകനായും കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ നളന്ദയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കെട്ടിടങ്ങളുടെ ഭംഗി. നളന്ദയിലെ മനോഹരമായ ഗോപുരങ്ങളും ആകാശം മുട്ടുന്ന നിരീക്ഷണശാലകളും താമര പൊയ്കകളും ആഴമേറിയ കനാലുകളും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കഠിനമായ അച്ചടക്കം. 10,000-ത്തോളം ആളുകൾ ഉണ്ടായിരുന്നിട്ടും അവിടെ ഒരിക്കൽ പോലും നിയമലംഘനങ്ങളോ അച്ചടക്കമില്ലായ്മയോ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗജന്യ വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾക്ക്
പഠനവും താമസവും ഭക്ഷണവും വസ്ത്രവും പൂർണ്ണമായും സൗജന്യമായിരുന്നു. ഇതിനുള്ള ചിലവുകൾ നടത്തിയിരുന്നത് രാജാക്കന്മാരും അവിടുത്തെ 100-ലധികം ഗ്രാമങ്ങളിലെ ജനങ്ങളുമായിരുന്നു. അറിവിൻ്റെ കേന്ദ്രം ബുദ്ധമത തത്വങ്ങൾ മാത്രമല്ല, വേദങ്ങൾ, ഹേതുവിദ്യ, ലോജിക്, വ്യാകരണം, വൈദ്യശാസ്ത്രം, ആയുർവേദം, ജ്യോതിശാസ്ത്രം എന്നിവയും അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ദിവസവും 100-ലധികം ക്ലാസുകൾ ഒരേ സമയം ക്യാമ്പസിൽ നടന്നിരുന്നു. ശീലഭദ്രൻ എന്ന മഹാനായ ഗുരു, നളന്ദയിലെ അന്നത്തെ ചീഫ് അധിപനായിരുന്ന ശീലഭദ്രൻ എന്ന പ്രായം ചെന്ന പണ്ഡിതനായിരുന്നു ഹുയാൻസാങ്ങിൻ്റെ പ്രധാന ഗുരു. ഹുയാൻസാങ്ങിനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ശീലഭദ്രൻ തൻ്റെ വാർദ്ധക്യത്തിലും നളന്ദയിൽ തുടർന്നതെന്ന് ചരിത്രരേഖകൾ പറയുന്നു. മടക്കയാത്രയും പുസ്തകശേഖരവും. ഇന്ത്യയിലെ പഠനത്തിന് ശേഷം ചൈനയിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം 657-ലധികം ബുദ്ധമത ഗ്രന്ഥങ്ങളും വിലപിടിപ്പുള്ള പ്രതിമകളും ഒപ്പം കൂട്ടിയിരുന്നു. മടക്കയാത്രയിൽ സിന്ധു നദി കടക്കുമ്പോൾ ഒരു വള്ളം മറിയുകയും കുറേ പുസ്തകങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ചൈനയിലെത്തിയ ശേഷം ബാക്കി പുസ്തകങ്ങൾ അദ്ദേഹം ചൈനീൽ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനായി തൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി സമയം മാറ്റിവെച്ചു. നളന്ദ വെറുമൊരു സർവകലാശാല മാത്രമല്ലായിരുന്നു. ചൈനയിൽ നിന്ന് വന്ന ഹുയാൻസാങ്ങിനെ പോലുള്ള സഞ്ചാരികൾക്ക് അതൊരു സ്വപ്നഭൂമിയായിരുന്നു. അദ്ദേഹം എഴുതിവെച്ച ഗ്രേറ്റ് ടാഗ് റെക്കോർഡ്സ് എന്ന പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നളന്ദയുടെ പ്രതാപം ഇന്നത്തെ ലോകം അറിയാതെ പോകുമായിരുന്നു.